ഹായ് ഗായ്സ്, തുടരും സിനിമ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. എന്താ പറയുക, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞൊരു രക്ഷയില്ല. ഈ മോഹൻലാൽ, പഴയ മോഹൻലാൽ കാണാനില്ല, മോഹൻലാലിന് അഭിനയിക്കാൻ അറിയാൻ പാടില്ല, മോഹൻലാൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നായിൻ്റെ മക്കളെ, ഇതിൻ്റെയൊക്കെ അണ്ണാക്കിൽ ആണി അടിച്ചു കയറ്റണം. പോയി കണ്ടു നോക്കിയത് എന്താ പടമായത്. ഒരു രക്ഷയില്ല, അടിപൊളി. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക, പോയി കാണുക. എനിക്ക് ആകെപ്പാടെ 10 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഈ 10 പേരോട് ഞാൻ പറയുക, നിങ്ങൾ ധൈര്യമായിട്ട് പോയി കണ്ടോ, കുടുംബസമേതം പോയി കണ്ടോ. ഇതിനകത്ത് ഒരു വൃത്തികേടും ഇല്ല. എൻജോയ് ചെയ്ത് പടം കാണാം. കോമഡിക്ക് കോമഡി, സങ്കടങ്ങൾ, അതായത് ഇമോഷൻ, എൻ്റർടൈൻമെൻറ്റ്, ഫൈറ്റിന് ഫൈറ്റ്. ഇതിൽ കൂടുതൽ എന്നാ വേണം? നമ്മൾ കണ്ടുവരുന്ന സ്റ്റോറിയൊക്കെ തന്നെ ആകെപ്പാടെ ലോകത്തെ 7 കഥകളെ കൊണ്ട് ഈ 7 കഥയും കുത്തി അവിടെ ഇവിടെയും വെട്ടിക്കയറ്റിയാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. അതുപോലത്തെ ഒരു കഥ തന്നെ, പക്ഷേ പടമാണെന്ന് പറയാം. ഒരു രക്ഷയില്ല. ഒത്തിരി കാലങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ ഒരു നല്ല സിനിമ കണ്ടു കേട്ടോ. ദൃശ്യം 2, അതുപോലെ തന്നെ നേര് തരക്കേടില്ലാത്തൊരു പടമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇപ്പോൾ എമ്പുരാൻ വന്നു. എമ്പുരാനകത്ത് കുറച്ച് ഫോൾട്ടുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പടമാണ് എമ്പുരാൻ. അത് കഴിഞ്ഞൊരു പടം ഇത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു സങ്കടമുണ്ട് എനിക്ക്. കാരണം ഞാൻ പടത്തിൻ്റെ ടിക്കറ്റ് എടുത്ത് വെച്ച്, എനിക്ക് ഒരു ബിസിനസ് ഉണ്ട്. അത് കാരണം എൻ്റെ സ്റ്റാഫ് പെട്ടെന്ന് ഒരാൾ പോകേണ്ടി വന്നതുകൊണ്ട് എനിക്ക് രാവിലെ ഷുഭവും കാണാൻ പറ്റില്ല. അതുകൊണ്ട് റിവ്യൂ താമസിച്ചത്. ഓൾമോസ്റ്റ് എല്ലാവരും റിവ്യൂ ഇട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ റിവ്യൂ ഇടുന്നത്. അതുകൊണ്ട് പടം കാണാൻ താമസിച്ചു പോയി. ഈ റിവ്യൂ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് തന്നെ പോയി പടം കണ്ടിട്ട് വന്നിട്ടാണ് ഈ റിവ്യൂ ഇടുന്നത്. അപ്പം എന്താ പറയുക, മോഹൻലാലിൻ്റെ ഓരോരോ എക്സ്പ്രഷൻസും, മോഹൻലാലിൻ്റെ സെൽഫ് ട്രോളിങ്ങും, അതുപോലെ തന്നെ ശോഭനാമയമായിട്ടുള്ള കെമിസ്ട്രിയും, പിന്നെ മക്കളുമായിട്ടുള്ള പിള്ളേരായിട്ട് വരുന്നവരുടെയൊക്കെ എല്ലാവരുടെ അഭിനയം, ശരിക്കും പറഞ്ഞാൽ പടം തുടങ്ങുമ്പോൾ മോഹൻലാലിൻ്റെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നിടം തൊട്ട് തന്നെ പടം ഏത് ലെവലിൽ പോകും നമുക്ക് തന്നെ മനസ്സിലാവും. ഇൻ്റർവെല്ലിന് തൊട്ടും ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഒരു ഹുക്കിടും. ആ ഹുക്കിട്ടതിന് ശേഷം പടം പോകുന്ന റൂട്ട് തന്നെ വേറെ വേറെ റേഞ്ച്. ഒരു രക്ഷയില്ല, അടിപൊളി പടം. വില്ലൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. വില്ലനും നമ്മുടെ ബിനു പപ്പു, നമ്മുടെ സിനിമ പപ്പുവിൻ്റെ മോൻ, രണ്ടിനും പിടിച്ച് മോന്ത് കിട്ടും നിറച്ചിട്ട് വരയ്ക്കാൻ തോന്നും. അമ്മാതിരി അഭിനയം. അത്രയും നമുക്ക് ദേഷ്യം അവരോട് തോന്നണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറൈസേഷനും അവരുടെ ഒരു ആക്ടിങ് സ്കില്ലും എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കണം. മോഹൻലാലിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നു. മോഹൻലാൽ എന്ന് പറയുന്നൊരു സ്റ്റാർ, അത് വിട്ടുതരും. ആ ക്യാരക്ടർ, ആ സിനിമയിൽ കാണിക്കുന്ന ക്യാരക്ടറിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സഹായത അവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം വരും. അതുപോലെ ഈ സ്റ്റോറിയും ആ ക്യാരക്ടറൈസേഷനും ചെയ്ത് വെച്ചേക്കുന്നത് തരുൺമൂർത്തി, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വേറെ ആരെയും വെച്ച് ഇനി പടം ചെയ്യണ്ട. നിങ്ങൾ ഇങ്ങനെ വെച്ച് അങ്ങ് ചെയ്താൽ മതി. നിങ്ങളും ഇയാളും തമ്മിൽ മറ്റേ പ്രിയദർശനും ലാലേട്ടൻ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ സെറ്റാണ്. ഒരു രക്ഷയില്ല. കീപ് ഇറ്റ് അപ്പ്. നിങ്ങൾക്കിതൊരു ബെഞ്ച് മാർക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഇനി നാളെ തൊട്ട് ടിക്കറ്റ് കിട്ടത്തില്ല. എൻ്റെ 10 സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി ടിക്കറ്റ് എടുക്കുക, കുടുംബസമേതം പോയി പടം കാണുക. എന്നിട്ട് ഇതിനടി വന്ന് കമൻറ്റ് ഇടുകയോ എന്ത് വേണമെന്ന് വെച്ചാൽ അറിഞ്ഞ എന്തെടുത്ത് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. വീഡിയോ ലേറ്റ് ആയാൽ ക്ഷമിക്കണം. ഓക്കെ, ബൈ.